തുടർച്ചയായിട്ട് സിനിമകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു വലിയൊരു ഹിറ്റ് അത്യാവശ്യമാണ്. ഇപ്പോൾ നേരി എന്ന് പറയുന്ന സിനിമയിലൂടെ ഒരു വിജയം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും ആ വിജയത്തിന്റെ മധുരം നിലനിൽക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു വലിയ ബ്രഹ്മാണ്ഡ സിനിമ വന്ന് അതിനെയെല്ലാം തകിടം മറിച്ചു പോയി എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടത്. ഞാൻ പറയുന്നത് മലൈക്കോട്ടെ വാലിബന്റെ പരാജയമാണ്. എന്ത് തന്നെയായാലും മോഹൻലാൽ എന്ന് പറയുന്ന താരം ഒരിടത്തും പോവില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. അദ്ദേഹത്തിൽ നിന്ന് ഇനിയും വലിയ ഹിറ്റുകൾ വരുമെന്നുള്ളൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു കാറ്റഗറിയിലേക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഇപ്പോൾ L360 എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സിനിമ. ഇപ്പോൾ അങ്ങനെയാണല്ലോ സിനിമകളൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് L360 M360 എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേരിടുന്നത്. നടന്റെ ആദ്യത്തെ അക്ഷരവും അതുപോലെ അദ്ദേഹത്തിന്റെ എത്രാമത്തെ പടവുമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു പേരുകൾ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തമിഴന്മാരിൽ നിന്ന് കോപ്പി അടിച്ച് വന്നതാണ്. എന്നിരുന്നാൽ പോലും ആ ഒരു സിനിമയെക്കുറിച്ചുള്ള നമുക്കറിയാം, ശോഭന ആ സിനിമയിൽ വരുന്നുണ്ട്. ശോഭനയും മോഹൻലാലും കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ആ ഒരു സിനിമയെക്കുറിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും ആ സിനിമയുടെ ലൊക്കേഷൻ വീഡിയോസും എല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. വലിയ ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറെ കാലങ്ങൾക്ക് ശേഷം മോഹൻലാലിൽ നിന്ന് ഒരു നല്ല ഒരു സിനിമ വരുന്നു എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ ആ സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ശോഭനയുടെ പ്രസൻസ് ആയിരിക്കും അതിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും മോഹൻലാലിന് ഒരു ഹിറ്റ് അനിവാര്യമാണ്. ഈ തരുൺ മൂർത്തി ചിത്രത്തിലൂടെ ആ ഒരു ഹിറ്റ് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു നല്ല ഒരു ക്ലാസിക് സിനിമയായിട്ട് അത് മാറട്ടെ എന്നും ആശിക്കുന്നു. വലിയ ഒച്ചപ്പാടുകൾക്കും ലഹളകൾക്കും വലിയ ബഡ്ജറ്റിലേക്കൊക്കെ പോകുമ്പോഴാണ് ഈ പരാജയങ്ങൾക്ക് പോലും പരാജയം വലിയ കാര്യമായിട്ട് സംഭവിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ പരാജയം പോലും ഒരു വിജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സാധാരണ. ആ ഒരു രീതിയിൽ ഒരു ചെറിയ പടമാണ് എന്നുള്ളൊരു ഫീൽ ഈ സിനിമ ജനിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയായിട്ട് ഈ സിനിമ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? അത് കൂടി ഒന്ന് താഴെ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.